ലാലിഗയിൽ നിലവിലെ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡിന് ഞെട്ടിക്കുന്ന തോൽവി. 15ാം സ്ഥാനക്കാരായ വലൻസിയയാണ് സാന്റിയാഗോ ബെർണബുവിൽ വെച്ച് റയലിന്റെ കഥ കഴിച്ചത്. ഇഞ്ചുറി ടൈമിൽ ഹ്യൂഗോ ഡൂറോ നേടിയ ഗോളിലാണ് വലൻസിയയുടെ ആവേശ ജയം. ആദ്യ പകുതിയിൽ റയലിന് അനുകൂലമായി ലഭിച്ച പെനാൾട്ടി സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർ പാഴാക്കി കളയുകയും ചെയ്തു. കളത്തിലും കണക്കിലും റയലായിരുന്നു മുന്നിലെങ്കിലും വലൻസിയ ഗോൾ കീപ്പർ മമർഡാഷ്വിലിയുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ റയൽ താരങ്ങൾക്ക് ആയുധം വെച്ച് കീഴടങ്ങേണ്ടി വന്നു. ഗോളെന്നുറപ്പിച്ച നിരവധി അവസരങ്ങളാണ് ജോർജിയൻ ഗോൾ കീപ്പർ തട്ടിയകറ്റിയത്. മത്സരത്തിന്റെ 13ാമത്തെ മിനിറ്റിൽ പെനാൾട്ടി ബോക്സിൽ വെച്ച് എംബാപ്പിയെ വീഴ്ത്തിയതിന് റയലിന് അനുകൂലമായി ലഭിച്ച പെനാൾട്ടി വിനീഷ്യസ് ജൂനിയർ പാഴാക്കി കളഞ്ഞു. 15ാമത്തെ മിനിറ്റിൽ റയലിനെ ഞെട്ടിച്ച വലൻസിയ വലകുലുക്കി. കോർണർ കിക്കിന് തലവെച്ച് മൗക്ടർ ഡിയാകാംബിയാണ് വലൻസിയയെ മുന്നിലെത്തിച്ചത്. Diakami, who's done it. He's played so little this season, but he comes in, he's handed the armbands and he's handed his team the lead. രണ്ടാം പകുതി ആരംഭിച്ച് 5 മിനിറ്റ് പിന്നിടും മുമ്പേ റയലിന്റെ മറുപടിയുമെത്തി. 50ാമത്തെ മിനിറ്റിൽ വിനീഷ്യസിന്റെ വകയായിരുന്നു റയലിന്റെ ഗോൾ. ജയം പിടിക്കാനായി വലൻസിയ ഗോൾമുഖത്ത് ലോസ് ബ്ലാങ്കോസ് പിന്നീട് നിരന്തരം അപകടം വിതച്ചെങ്കിലും മമർഡാഷ്വിലി വലൻസിയയുടെ രക്ഷകനായി പലകുറി അവതരിച്ചു. കളി സമനിലയിലേക്ക് എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് 95ാമത്തെ മിനിറ്റിൽ റയലിനെ ഞെട്ടിച്ച് ഹ്യൂഗോ ഡൂറോയുടെ ഗോൾ പിറന്നത്. റഫാമിറിന്റെ തകർപ്പൻ ക്രോസിന് തലവെച്ച് ഡൂറോ വലൻസിയക്ക് ആവേശജയം സമ്മാനിച്ചു. മത്സരത്തിൽ 9 ഓൺ ടാർഗറ്റ് ഷോട്ട് ഉതിർത്തിട്ടും റയലിന് ഒന്നിലധികം തവണ വലകുലിക്കാൻ കഴിഞ്ഞില്ല. വലൻസിയയാവട്ടെ ഓൺ ടാർഗറ്റിൽ ആകെ ഉതിർത്ത 2 ഷോട്ടുകളും വലയിലെത്തിക്കുകയും ചെയ്തു.